നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ എന്തെങ്കിലും അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അത് വിട്ടേക്ക്. എന്തായാലും എല്ലാവരും നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഇനി ആരും ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യില്ല. ഇത് കിട്ടുന്ന സ്ഥലം തനിക്കറിയില്ലേ? അമ്പലത്തിൽ നിന്ന്. ഇത് സാറാണോ അമ്പലത്തിൽ പോയത്? അല്ല, ഞാൻ പോയി. വെറുതെ കള്ളം പറയില്ലേ. സാറ് പോയിട്ടൊന്നും ഉണ്ടാവില്ല. ഏട്ടാ, ഞാനോടെ പോയത്. തനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ? അപ്പോ പിന്നെ തന്റെ സങ്കടങ്ങളെല്ലാം ആരാ ചെന്ന് പറയേണ്ടത്? ഞാനല്ലേ? എന്നിട്ട് എന്ത് സങ്കട പറഞ്ഞത്? ഒരു രസമുണ്ടായി. പൂജാ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ തന്റെ പേരും പറഞ്ഞു കൊടുത്തു. പക്ഷേ പൂജാരി നാളും ഏതാ കൂറെന്നൊക്കെ ചോദിച്ചു. അതെന്താ സംഭവം? അത് ഓരോ നാളുകൾക്കും ഓരോ കൂറുണ്ട്. മേടക്കൂറ്, ഇടവക്കൂറ്, കർക്കിടകക്കൂറ്, അങ്ങനെ. അതൊക്കെ നന്നായി അറിയുന്ന ആൾക്കാർക്കേ പറ്റൂ. ഭാര്യയുടെ നക്ഷത്രം അറിയില്ലേന്ന് ചോദിച്ച പൂജാരി ഒരു കളിയാക്കൽ പോലെ ചിരിച്ചു. പിന്നെ കളിയാക്കില്ലേ? തിരുമേനിക്കറിയാമോ, ഒരു പരിചയമില്ലാത്ത ഒരാളെ ബലം പിടിച്ച് തലയിട്ടിയതാന്ന്. തന്റെ നാളെ അറിയില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ നാളെ അറിയാവൂന്ന് ചോദിച്ചു. എനിക്കിവിടെ നിന്ന് അറിയാനാ? സ്വന്തം നാളെ പോലെ സാറിന് അറിയില്ലേ? ഇതൊക്കെ എന്തിനാ അറിഞ്ഞിട്ട്? അല്ല, അതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് പ്രയോജനം? എനിക്കത് അറിയേണ്ട കാര്യം ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്തായാലും കൊള്ളാം. എന്തൊക്കെയാ ഞാൻ പ്രാർത്ഥിച്ചതെന്നറിയില്ല. തന്റെ രോഗലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. തന്റെ വേദന ഇല്ലാതാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് താൻ പഴയ കണ്ടീഷനിലാവണമെന്നും പറഞ്ഞിട്ടുണ്ട്. ദേവി കേൾക്കുമായിരിക്കും. ദേവിക്ക് നിഷ്കളങ്കരായ ആളുകളെ വലിയ ഇഷ്ടാ. അപ്പൊ എന്റെ പ്രാർത്ഥന എടുക്കില്ല. ഞാൻ ക്രൂരനല്ലേ? ആര് പറഞ്ഞു? ചില കാര്യങ്ങളിലും മാത്രം ഒരു മോശിട്ട സ്വഭാവം. അല്ലെങ്കിൽ വെറും പാവ, കുട്ടികളെ പോലെയാ. തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? എനിക്ക് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു വന്ന ഒരാളോട് എനിക്ക് എന്തിനാ ദേഷ്യം? അല്ല, ഞാൻ തല്ലിയത് കൊണ്ടല്ലേ തനിക്ക്? കൂടെ കൂടെ ഇത് പറയണോ? തല്ലുമ്പോ വസൂരി വരുമെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ വസൂരി പരത്തുന്നത് ഗുണ്ടകളായിരിക്കുമല്ലോ. അത് കൊള്ളാലോ. അസുഖമാണെങ്കിലും തമാശയൊക്കെ പറയാൻ പറ്റുമല്ലേ? ഈ പറഞ്ഞത് തമാശയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് പ്രത്യേകിച്ചൊരു അഭിനന്ദനവും വേണ്ട. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എണീക്കണം സാർ. അടുക്കള ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. ഇവിടെ കിടക്കുമ്പോ അതൊക്കെ ആലോചിക്കുമായിരിക്കും അല്ലേ? ആലോചിച്ചു മനസ്സിന് ടെൻഷൻ കൊടുത്താ ഇത് കൂടുമെന്നാ പറഞ്ഞത്. ആര് പറഞ്ഞു? ഞാനേ ഇതിനു വേണ്ടി കുറെ സാധനങ്ങളൊക്കെ റെഫർ ചെയ്തതാ. അതിലൊക്കെ കണ്ടതാ. അസുഖം വന്നാ നല്ല സന്തോഷമായിട്ടിരിക്കണം. ഞാനേ നല്ല ഇഷ്ടമുള്ളൊരു പടം വെച്ച് തരട്ടെ, കണ്ടിരിക്കാലോ തനിക്ക്? വേണ്ട സാർ. സാറും മാരുതിയൊക്കെ അടുത്തിരുന്നാ മതി. എന്നോട് സംസാരിച്ചാൽ മതി. എന്താ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. സാറ് ക്ഷേത്രനടയിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം ഓർത്തതാ. എനിക്ക് ഇത്തിരി ഭാഗ്യമുണ്ട്. സാറിനെ പോലെ ഒരാളാണല്ലോ എനിക്ക് വേണ്ടി ദേവിയോട് പ്രാർത്ഥിച്ചത്. അല്ല, അവൻ ആ വാക്കത്തിയെടുത്ത് വീശിയിട്ട് നമ്മുടെ കഴുത്തിലെങ്ങാനും കൊണ്ടിരുന്നെങ്കിലോ? അതെ, ഇതൊരു തരം ഹിസ്റ്റീരിയയാണ്. കണ്ടിട്ടില്ലേ ചില അമ്പലങ്ങളിലൊക്കെ ഉത്സവവും കളങ്ങളും ഒക്കെ നടക്കുമ്പോൾ ആളുകൾക്കിടയിൽ നിന്ന് പെട്ടെന്ന്
ദേവി കയറിയിട്ട് ഇങ്ങനെ ചാടി വരും. അതെ, കാണുമ്പോ ഒരു നൂല് പോലെ ഇരിക്കും. പക്ഷേ 10 പേർ ചേർന്ന് പിടിച്ചാലും ആ കണ്ടീഷനിൽ അവരെ പിടിച്ചാൽ കിട്ടില്ല. മണി അല്ലെങ്കിൽ തന്നെ ആരോഗ്യമുള്ളവനാ. അതിന്റെ കൂടെ ഇങ്ങനൊരു സംഭവം കൂടെ ഉണ്ടായാല് അത് പറയാൻ പറ്റില്ല. ഇനി എങ്ങനെ അവനോട് എന്തെങ്കിലും ജോലിയുടെ കാര്യം പറയുന്നത്? ദേഷ്യം വന്ന് അവൻ വല്ല വാക്കത്തി എടുക്കില്ലേ? അതെ, അവൻ വാക്കത്തി എടുക്കുന്നെങ്കിൽ അതിനുള്ളത് അവന് കിട്ടണം. അത് നമ്മളാരും പറഞ്ഞാൽ ശരിയാവില്ല. താനേ ഇപ്പൊ തന്നെ ആന്റിയെ വിളിച്ച് വിവരം പറ. നമ്മൾ മമ്മി അറിയാതെ ഫുഡ് വാങ്ങി കഴിച്ചതിന് മമ്മി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂ? ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അതില് മമ്മി സന്തോഷിക്കേ ഉള്ളൂ. ചേച്ചി, മമ്മിയെ വിളിക്കേ. നീ പെട്ടെന്ന് വിളിക്കേ. അവന്റെ ദേവി കേറ്റ ഇന്നത്തോടെ തീർക്കണം. വിളിക്കേ. എന്താടി? ആഹാ, അതുകൊള്ളാലോ. വീട്ടില് നോൺ വെജ് കയറ്റിയ ഭദ്രകാളി ഇറങ്ങുമെങ്കിൽ എനിക്ക് അതൊന്ന് കാണണമല്ലോ. മമ്മി, ഞങ്ങൾ ഇവിടെ പേടിച്ച് മുറിയിൽ ഒളിച്ചിരിക്കുക. സൂര്യയെ സഹിക്കണം, ഡാഡിയെ സഹിക്കണം, ഇനി ഇവനെയും കൂടി ഞങ്ങൾ സഹിക്കണം. മമ്മി, അവന്റെ രൂപം ഒന്ന് കാണണമായിരുന്നു. കണ്ണൊക്കെ ചോമ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടുണ്ടാ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നെ. ഓഹോ, അവൻ കൊല്ലാൻ തീരുമാനിച്ച് തന്നെ ഇറങ്ങിയിരിക്കുന്നെ. അതെ, ആന്റി തിരിച്ചു വരുമ്പോ ഞങ്ങളിൽ ആരൊക്കെ ജീവനോടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഉടനെ വരാം. അവന്റെ അസുഖം ഞാൻ മാറ്റി കൊടുത്തോളാം. നിങ്ങള് ഫുഡ് എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. എവിടെന്നാ മമ്മി കൊണ്ടുവന്ന ചിക്കനും ഷവർമയും എല്ലാം അവൻ വാരി വലിച്ചെറിഞ്ഞു കളഞ്ഞു. വിശന്നിട്ട് ഇരിക്കാനും വയ്യ. ഞാൻ വരുമ്പോ എല്ലാവർക്കും മട്ടൻ ബിരിയാണി കൊണ്ടുവരാം. മട്ടൻ ബിരിയാണി? ആന്റി, ആ വീടിനകത്തിരുന്ന് മട്ടൻ ബിരിയാണി കഴിച്ചാ എന്താ സംഭവിക്കണമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ആരുടെ ശരീരത്തിലാ ഭഗവതി കൂടണമെന്ന് എനിക്കൊന്ന് അറിയണം. നിങ്ങൾ വെയിറ്റ് ചെയ്യ്, ഞാൻ പെട്ടെന്ന് വരാം.